നമ്മളിനി പോകുന്നത് നാടൻ പാട്ട് വേദിയിലേക്കാണ്. ഇന്ന് ഒരുപാട് ജനപ്രിയ ഇനങ്ങൾ വേദിയിലെത്തി എന്നുള്ളതാണ്. നിറഞ്ഞ സദസ്സിലാണ് ഓരോ ഇനങ്ങളും ഇന്നും ഒരു മാറ്റവുമില്ലാതെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിൽ നാടൻ പാട്ട് എടുത്തു പറയേണ്ടതാണ്. അത് പ്രേക്ഷകരും അവിടെ കാണികളൊക്കെ തന്നെ കൂടെ ഈ പങ്കെടുക്കുന്ന കുട്ടികളുടെ കൂടെ തന്നെ വളരെ ആസ്വാദികരമായി അത് എൻജോയ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ ഒന്നും സ്മിത ഹരിദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ നമുക്കറിയാം നാടൻ പാട്ടിന് മണ്ണിന്റെ മണമാണ്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് വിവിധ വിഷയങ്ങൾ അല്ലെങ്കിൽ വിവിധ പ്രമേയങ്ങളും ഒക്കെ ആസ്പദമാക്കിയാണ് ഇത്തവണ ടീം എത്തിയത് എന്നുള്ളതാണ്. നമുക്ക് വലിയ സൗകര്യത്തിലാണ് ഇത്തവണ സംഘാടകർ അവരെ ഒരുക്കിയതെന്നും പറയേണ്ടിയിരിക്കുന്നു. ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് കാണാം സ്മിത ഹരിദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു നാടിന്റെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ വേരുകൾ തേടിയുള്ള യാത്ര പോലെയാണ് നാടൻ പാട്ടിന്റെ വേദികളിലേക്ക് പോയപ്പോൾ നമുക്ക് ഓർമ്മ വന്നത്. ഒന്നും പറയാനില്ല, അത്രയും മനോഹരമായ നാടൻ പാട്ടുകൾ. അത് എഴുതി വെച്ചതല്ല, പാടിയും പറഞ്ഞും കേട്ടും പഠിച്ച് തലമുറകളായി ഇങ്ങനെ വരുന്ന നാടൻ പാട്ട് മത്സരവേദി ഗുണനിലവാരത്തിൽ ഉയർന്നു തന്നെ നിന്നു. മത്സരം തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ നാടൻ പാട്ട് പ്രേമികളുടെ വരവായി. ഹാൾ നിറഞ്ഞു. തലമുറകളായി വായ്ത്താരിയിലൂടെ കൈമാറി വന്ന നാടൻ പാട്ടുകൾ കേട്ട് കാണികൾ എല്ലാം മറന്നു. ഇത്തവണ മികച്ച വേദി ഒരുക്കിയതിന്റെ സന്തോഷം കുട്ടികൾക്കും അധ്യാപകർക്കും. നമ്മളെ കലോത്സവ വേദികൾ പൊതുവെ കണ്ടുവരുന്ന നാടൻ പാട്ടിൽ കണ്ടുവരുന്ന വേദികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല മുക്കിലോ ചെറിയ 2 പെട്ടികളൊക്കെ സൗണ്ട് വെച്ചിട്ട് നമ്മളെന്തോ ചെറിയ സെറ്റപ്പിലേക്ക് മാറ്റും. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് വലിയൊരു ഓഡിറ്റോറിയം, അത് AC അടങ്ങിയ ഒരു ഓഡിറ്റോറിയം, അടിപൊളി സൗണ്ടും എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെ തൃശ്ശൂരിൽ നമുക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം. വായ്മൊഴിയായി തലമുറകൾക്ക് പകർന്നു കിട്ടിയ നാടൻ പാട്ടുകളെ കുറിച്ച് പുതുതലമുറയ്ക്ക് ഉറച്ച ബോധ്യം. ഏകദേശം 4 മാസത്തോളം എടുത്തിട്ടാണ് ഇത് മൊത്തം ഞങ്ങൾ പഠിച്ചെടുത്തത്. അതുപോലെ തന്നെ ഇതിൽ ഞങ്ങളെല്ലാവരും പാടും, ഇതിൻ്റെ ഒപ്പം തന്നെ പാടിക്കൊണ്ടിരിക്കും. ഒട്ടേറെ പാടിയിട്ടും കൊട്ടിയിട്ടും തന്നെയാണ് ഇങ്ങനെ ആയത്. വാമൊഴി പരമ്പരാഗതമായി കൈമാറി വരുന്ന നാടൻ പാട്ടുകൾ മാത്രമേ നാടൻ പാട്ടുകളുള്ളൂ. ബാക്കിയുള്ള പാട്ടുകളൊക്കെ എഴുത്ത് പാട്ടുകൾ അല്ലെങ്കിൽ വരമൊഴി എന്ന് പറയുമ്പോൾ ഒരു കവിതയോ ലളിതഗാനോ എന്തെങ്കിലും ആണ്. നാടൻ പാട്ടിൽ ഞാൻ പൊതുവെ കൊട്ടാണ്. പിന്നെ ഇപ്പോൾ ഈ സ്റ്റേറ്റിലേക്ക് വന്നതോടെ അച്ഛനും അമ്മയൊക്കെ കുറേ വിളിച്ചു. പിന്നെ പ്രൗഡ് ഓഫ് ചെയ്തു. നാട്ടിൻപുറത്തിൻ്റെ നന്മയും ആ തനിമയും മണ്ണിൻ്റെ ഗന്ധവുമുള്ള നാടൻ പാട്ടുകളാണ് ചെമ്പക ഗന്ധമുള്ള ഈ വേദിയിൽ ഇന്ന് അരങ്ങേറിയത്. പുതിയ തലമുറയ്ക്ക് അന്യം നിൽക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും പഴയ ഒരുപാട് നാടൻ പാട്ടുകൾ അതിൻ്റെ തനിമ ഒട്ടും ചോർന്നു പോകാതെ ഇന്ന് ഈ വേദിയിൽ മത്സര ഇനങ്ങളായി അരങ്ങേറിയപ്പോൾ കാണികൾ കൈയടിക്കുന്നു, ആവേശഭരിതരാകുന്നു. വേദി ചെമ്പകത്തിൽ നിന്ന് ക്യാമറാമാൻ അനുവിനൊപ്പം സ്മിത ഹരിദാസ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.